കൂടുതൽ ആരാ റൊമാൻറ്റിക് ആരാ ശരിക്കും? എന്റെ കണ്ണുകളിൽ കാണുന്നില്ലേ അത്? ഞാൻ ലെറ്റർ ഒക്കെ എഴുതും. ഞാൻ ലെറ്റർ എഴുതും. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ എനിക്കൊരു മെസ്സേജ് ഇടും. അതായത് നീ ഇന്ന ഹാൻഡ് ബാഗിലായിരിക്കും, ഇന്ന ബാഗിൽ നോക്ക്, ഇന്ന അറയില്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ബാഗിനകത്ത് ഇന്ന അറയിൽ നോക്കുക, അതിനകത്ത് ഞാൻ സാധനം വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രാവശ്യം ഓരോ പ്രാന്ത് അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതൊന്നും മറ്റേ ഇതായിട്ട് ചെയ്യുന്നതല്ല. എന്തെങ്കിലും രസം വേണ്ടേ നമുക്കും? ഇതൊന്നും റൊമാൻറ്റിക് ആയിട്ടല്ലേ, വെറുതെ എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ, അല്ലാതെ നമ്മളോട് മറ്റേ ഇതിന്റെ പുറത്ത് ചെയ്യുന്നതാണ് അതുമാണ്. എന്നാൽ എനിക്കിതൊരു എന്റർടൈൻമെന്റ് കൂടിയാണ് എന്നുള്ളത് ഇതിനെ മനസ്സിലാക്കണം. അടുക്കളയില് കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആരാ? ഇത് ആരാ ഉത്തരം പറയണ്ടേ? ആർക്കും വേണേലും പറയാൻ പറ്റും. ഞാൻ കുക്ക് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്ന ആളാണ്. എനിക്കെല്ലാം അതിൻ്റെതായ രീതിയിൽ ചെയ്യണം. നോമ്പിന് 6:30 ബാങ്ക് വിളിക്കും, 5 മണിക്ക് ഒരാൾക്കൊരു ആഗ്രഹം, ഇന്ന് ഞാൻ ഉണ്ടാക്കി തരാം. 7:30 8:30 9:30 10:45 ഞാൻ ഭക്ഷണം കഴിക്കും. സമയം എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പാളി പോയി എന്ന് വിചാരിച്ചിട്ടെ ഭയങ്കര സക്സസ് ആയിട്ടുള്ള ഡിഷ് ഉണ്ട്. ഇവിടെ എല്ലാം അങ്ങനെ ഉണ്ടാക്കണേ, കയ്യിൽ നിന്ന് പോലോ. ഞാൻ അവസാനം നല്ലല്ലേ പറയാം, നല്ലതായിരുന്നു, നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല കുക്ക് ചെയ്യും. വീട്ടിലും അതെ, അമീന്റെ വീട്ടിലും അതെ. അവസരം ഇല്ല. അമീൻ കുറച്ച് നേരം അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ അമീൻ ഇപ്പൊ കട്ട് ചെയ്യുന്നതാണെങ്കിലും അപ്പുറത്ത് ഹാളിൽ ചെന്നിട്ട് അല്ലെങ്കിൽ വേറെ ഡൈനിങ് ഏരിയയിൽ ചെന്നിട്ടായിരിക്കും പുള്ളി കട്ട് ചെയ്ത് തരുന്നത്. എന്നിട്ട് അടുക്കളയിൽ കൊണ്ടുതരും. അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല. ഇതൊന്നല്ല കഥ. ഇവളുടെ അടുത്തിരിക്കുന്ന കുക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് നമ്മൾ കടന്നത്, കാരണം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തിരിപ്പിടിക്കും, എന്നെ മുളക് ഓരോന്ന് പിടിക്കും, അത് ഇഷ്ടമല്ല. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം താഴെയിട്ട് പൊട്ടിച്ച് സ്പ്രേ ബോട്ടിൽ അത് പൊട്ടിച്ചു. അതേപോലെ ചില സാഹചര്യങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് എന്നെ അടുപ്പിക്കാറില്ല. കേട്ടണ്ട നോക്കട്ടെ, വേണ്ട. തുറന്നു. എന്തല്ലേ ഇതെന്താ വെച്ചേ? ആരുണ്ടാക്കിയാണ്? നല്ല ഭംഗിട്ടോ കാണാൻ. അമീൻ ചേട്ടനെ പോലെ തന്നെ ഇരിക്കണം. നല്ലതാണ്, അതിന്റെ ക്രെഡിറ്റ് നീ ഏറ്റെടുക്കുക. കഴിക്കാനുള്ളതാണ് കേട്ടോ ആൾക്കാർക്ക്. ചൂടായോന്ന് നമ്മളെങ്ങനെ നോക്കണോന്ന് കൈ വെച്ചു. ഞാൻ പ്രതീക്ഷിച്ച ശബ്ദത്തല്ല. ഇപ്പൊ ശബ്ദം ഓക്കെ അല്ലേ? ഇതാണ് ആഗ്രഹിച്ച ശബ്ദം. ഓക്കെ, അങ്ങനെ ചാക്സൺ സ്പെഷ്യൽ അമീൻ സാമ്പാർ ഡയാന പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ടേസ്റ്റ് സത്യസന്ധമായിട്ട് പറയണം. പറയാം. അത് മാത്രമല്ല, സത്യസന്ധമായിട്ട് ആരുടെയാണ് കൂടുതൽ നന്നായിരിക്കുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ? ഈ ഓണത്തിൽ സന്തോഷം നിറയട്ടെ ചാക്സൺ പ്രഷർ കുക്കറിനൊപ്പം 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം. 4 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ഓരോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോഴും ഒരു 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. നമ്മുടെ സാമ്പാറിന്റെ 2ാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. അപ്പൊ വെന്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, തുറന്നാലോ? വെന്തിട്ടുണ്ട്. കണ്ടറിയാം. അടിപിടിച്ചോ? ആരുണ്ടാക്കിയാണ്? ഓ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അമീൻ ചേട്ടനെ പോലെ തന്നെ ഇരിക്കണം. പിന്നെ ടേസ്റ്റ് നോക്കാം അല്ലേ? കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ ഒരു ലുക്കൊക്കെ ഉണ്ട്. മണവും ഇവിടെ ഫുൾ സാമ്പാറിന്റെ സ്മെല്ല് ഒന്നും. കൊറേ ഭാവങ്ങളൊക്കെ മുഖത്തേക്ക് പോകുന്നുണ്ട്. അത് പുളി ഇച്ചിരി കുറഞ്ഞു, ഉപ്പ് ഇടണം. ഓക്കെ ഷെഫ്. പുളി ഉപ്പ് പറഞ്ഞു. കൂടി പോയിട്ടുണ്ട്, എന്തെങ്കിലും കൂടി പോയത് പണിയാവാ. എന്താ കൂടി പോയാ? എരിവുണ്ട്, മറ്റേത് ഇടുമ്പോഴത്തേക്കും ബാലൻസ് ആവും. ഓക്കെ, നമ്മൾ കുറച്ച് എത്ര ഒഴിക്കണം? പുളി മുഴുവൻ ഒഴിക്കണോ?
പുളി കൂടുതൽ കുറവെന്നല്ലേ പറഞ്ഞു? കുറവാണ്. അപ്പൊ ഒഴിച്ചു. പോട്ടെ. മതിയല്ലേ? മതിയാകോ? മതിയല്ല മതി. ഓക്കെ, നെക്സ്റ്റ്. ഇനി കുറച്ച് ഉപ്പ് നമുക്ക് ലാസ്റ്റ് വേണി എല്ലാം ഇട്ടിട്ടൊക്കെ ബാലൻസ് ചെയ്തു. ലാസ്റ്റ് ഇടാം. ഓക്കെ. വേറെന്താ? കായം വേണം. ഈ കായൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, കായം വേണം. കായം സാമ്പാറിൽ ഇമ്പോർട്ടന്റ് ഇടണേ. ഇതൊക്കെ ഓർത്ത് ഷെഫ് ഇടണോ? വേറെ കുറെ സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. തക്കാളി ഉണ്ട്, വെണ്ടയ്ക്കുണ്ട്. കായം ഇട്ടോ കുറച്ച് മതി. ഓക്കെ, മതി. ഓക്കെ, അങ്ങനെ സാമ്പാറിന്റെ ആദ്യ ഘട്ടം കംപ്ലീറ്റ് ആയിരിക്കുന്നു. അടുത്തതാണ് ഇപ്പൊ ഇത് കുക്ക് ചെയ്തോണ്ട് കൂടെ നമുക്ക് ഒരു റാപ്പിഡ് ഫയർ കൂടെ ചെയ്യാം. കുക്ക് ചെയ്തോണ്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അടുക്കളയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ പടപെടാന്ന് പറഞ്ഞിട്ട് ആൻസർ പറയാം. ഓക്കെ, അടുക്കളയില് കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആരാ നിങ്ങളില്? അത് ആരാ ഉത്തരം പറയണ്ടേ? ആർക്കും വേണേലും പറയാൻ പറ്റും. ഞാനാണ്. ഞാൻ കുക്ക് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്ന ആളാണ്. അതെ, എനിക്കെല്ലാം അതിൻ്റെതായ രീതിയിൽ ചെയ്യണം. നോമ്പിന് 6:30 ബാങ്ക് വിളിക്കണം. മനുഷ്യന്മാരിൽ എനിക്ക് വിശക്കൂല. രാവിലെ തൊട്ട് 5 മണി വരെ ഞങ്ങൾ പ്ലാൻ ചെയ്തു, നമുക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് പ്ലാൻ ചെയ്തു. 5 മണിക്ക് ഒരാൾക്കൊരു ആഗ്രഹം, ഇന്ന് ഞാൻ ഉണ്ടാക്കി തരാം, എന്റെ കൈ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് കഴിച്ചു, നമുക്ക് അങ്ങനെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് തുടക്കമല്ലേ, കൊള്ളാലോ പരിപാടി. അവൾ ഉണ്ടാക്കുന്നു, നമ്മൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കും, സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ 5 മണിക്ക് 5:15 ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നോമ്പ് 6:30 നോമ്പ് തുറന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ച് 7:30 8:30 9:30 10:45 ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അത്രയും സമയം എടുക്കും മനസ്സിലാക്കാം. ഒരുപാട് ചെയ്യുന്നതൊക്കെ വൃത്തി നീറ്റൊക്കെ ആയിട്ടാണ് ചെയ്യുള്ളൂ. ഇടയിലിടയിൽ നമ്മൾ ഓരോന്ന് ക്യാരറ്റ് കട്ട് ചെയ്യുന്ന ഇടയിൽ പോയിട്ട് ക്യാരറ്റ് തിന്നും. എന്റെ വിശപ്പ് ഞാൻ കുറച്ചായിട്ട് അടക്കി വെക്കും. പക്ഷെ എന്നാലും അത്ര സമയം എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ കുക്ക് ചെയ്ത് വെച്ച് ഏറ്റവും പരാജയപ്പെട്ട ഒരു ഡിഷ് ചോദിക്കുകയാണെങ്കിൽ എന്തോന്നുണ്ടായല്ലോ, പാളിപ്പോയ ഡിഷ്. പാളിപ്പോയത് അയ്യോ എന്തോന്നുണ്ടായിരുന്നു, ബീഫാണോ? എന്തോ ഒരു ബീഫിൽ പാളിപ്പോയി. റെസിപ്പി നോക്കിയിട്ട് എല്ലാ റെസിപ്പി നോക്കിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, പാളിപ്പോയി. പിന്നെ ചോറിന്റെ ഒക്കെ വേവ് മാറുക അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഓക്കെ. പാളിപ്പോയി എന്ന് വിചാരിച്ചിട്ടേ ഭയങ്കര സക്സസ് ആയിട്ടുള്ള ഡിഷ് ഉണ്ടാ. ഇത് കയ്യിൽ നിന്ന് പോയി. ഇവിടെ എല്ലാം അങ്ങനെ ഉണ്ടാക്കണേ, കയ്യിൽ നിന്ന് പോലോ. ഞാൻ അവസാനം നല്ലല്ലേ പറയാം, നല്ലായിരുന്നു, നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല കുക്കാണ്. വീട്ടിൽ പോയാലേ അല്ലല്ല, നന്നായിട്ട് കുക്ക് ചെയ്യും. ആ ഇളക്കല് കണ്ടാലേ അറിയാം. കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെയാ. ഇങ്ങനെ തീ കൂട്ടണു കുറക്കണു ആൾക്കറിയാം. ഓക്കെ, നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പാട്ടൊക്കെ വെച്ച് അങ്ങനെ കുക്ക് ചെയ്യുന്ന ആളാണ് ആണോ? അത് ഞാൻ. ഓക്കെ, ഏത് പാട്ട് എനിക്ക് എപ്പോഴും വെക്കാം? എന്താ പ്രശ്നം അറിയാവോ, എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ മീനുള്ള സമയമാണെങ്കിൽ അപ്പൊ എന്റെ ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഓടി വന്ന് പറയും, അതെ ഇനി അടുത്ത എന്റെ ഇഷ്ടമുള്ള പാട്ട്. അപ്പൊ ഞാൻ ശരി, അങ്ങനെ അത് ഷെയർ ചെയ്യേണ്ടി വരും. എനിക്ക് ആ ഷെയറിങ് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാനിപ്പോ ഫ്ലാറ്റിലില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും പാട്ട് കേൾക്കും. ഫ്ലാറ്റിലുള്ള സമയത്ത് പാട്ട് കേൾക്കുമ്പോഴാണ് പ്രശ്നം. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വേണ്ടിട്ടൊന്നുമല്ല, മറ്റേ പാട്ടിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പാട്ടായിരിക്കും, അത് കേട്ടോണ്ടിരിക്കാനുള്ള മടിക്ക് പറയുന്നത്. ഇല്ല, അത് അറിയാൻ വഴിയില്ല. കാരണം എനിക്ക് ഫേവറേറ്റ് സോങ്സ് എനിക്ക് ഓരോ പ്ലേലിസ്റ്റുകളാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഹിന്ദി, തമിഴ്, മലയാളം, 80s, എനിക്ക് 50s 60s പോലുള്ള പാട്ടുകൾ അറിയാം കേട്ടോ. എനിക്ക് പഴയ പാട്ടുകളൊക്കെ എനിക്ക് ഒരു ഓൾമോസ്റ്റ് ഒക്കെ അറിയാം, ഞാൻ കേൾക്കും. അപ്പോൾ പുതിയ പാട്ടുകളെക്കാളും പഴയത് എനിക്ക് കുറേ ഇഷ്ടമാണ് കേൾക്കാനും ഒക്കെ. പിന്നെ എനിക്ക് ചിലപ്പം എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഫാസ്റ്റ് നമ്പേഴ്സ് ഇഷ്ടമാണ്, റൊമാൻറ്റിക് സോങ് ഇഷ്ടമാണ്. അപ്പം അതൊന്നും ആശാന് ഇഷ്ടപ്പെടുന്ന ആയിരിക്കില്ല. ഉണ്ട്, നമുക്ക് കോമൺ ആയിട്ട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. അത് നമ്മൾ കാറിലൊക്കെ ഒരുമിച്ച് പോകുമ്പോഴത്തേക്കും നമ്മളത് ഒച്ചത്തി പ്ലേ ചെയ്ത് സോങ് പറ, അറിയില്ല ആൾക്ക് ഒരു ഫേവറേറ്റ് സോങ് അറിയോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സോങ് ഫ്രീക്വന്റ്ലി കേട്ടോണ്ടിരിക്കുന്ന ഒരു സോങ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ,
ആ സോങ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. റിപ്പീറ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ. അങ്ങനെ ഒരു പാട്ട് ഉണ്ടായിട്ടില്ല. വീണ്ടും വീണ്ടും കേൾക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. പുതിയ ഇറങ്ങിയത് പാട്ട് അമ്മേന് ഭയങ്കര ഇഷ്ടമായി. അത് DC മൂവിക്കകത്തുള്ള പാടും. വേടനും ഇല്ല ചെറുതായിട്ട് വേടനും അതിപ്പോ അതാണ് വിഷയം. വേടനും അനിരുദ്ധും കൂടെ ഒരുമിച്ചിട്ട് പാടുപെടും പാടുപെടും. അത് തന്നെ അനുസരിച്ച് പാടില്ലേ? ഞാൻ പാടില്ല. സജു പാടും. ഞാൻ പാടില്ല. പാടില്ലേ? പാടും പാടും. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ഗാനം ആലപിക്കാവോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടുപേരും കൂടെ മനസ്സിലാവും. പക്ഷേ പാട്ട് നമുക്ക് അവസാനം പാടിപ്പിക്കട്ടോ, ഞാൻ ഓർമ്മിപ്പിക്കും. ആള് റെഡി ഇതൊക്കെ കഴിച്ച് നീ ആരിവിടെ ഉണ്ടോ? ഇല്ല, ശരിക്കും പറഞ്ഞത് ഇളക്കേണ്ടത് ആളായിരുന്നു. ആൾക്ക് കൊടുക്കുന്ന എന്റെ ഡ്യൂട്ടിയാണ് കേറി ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല. ഈ രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് ഈ ഫുഡ് തപ്പി നൈറ്റ് ഫുഡ് കഴിക്കണ ഫ്രിഡ്ജൊക്കെ തുറന്ന് അതാരെയും കൂടുതല്? ഞാനായിരിക്കും. അത് രാത്രി ഉറക്കം വരാണ്ട് അപ്പോഴങ്ങനെയാണല്ലോ നമ്മള് രാത്രി ചോക്ലേറ്റ് ഒക്കെ തപ്പൂല വരാണ്ടിരിക്കുമ്പോഴത്തേക്ക്. ശരിക്കും ഇന്ന് ആള് നേരത്തെ ഉറങ്ങും. ഉറക്കം ഞാൻ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ പോവും. പിന്നെ കട്ടില് കണ്ട ശവാന്ന് പറയുന്ന പോലെ അമിങ്ങനെ ഒരു രീതിയിലും നമ്മള് ഉണർത്താൻ പാടില്ല, ഒരു രീതിയിലും ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല എന്ന് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് ചിലപ്പോ രാത്രി ഇങ്ങനെ കിടക്കും, കണ്ണു തുറന്ന് കിടക്കും. അങ്ങനെയുള്ളപ്പോ ചിലപ്പോ എനിക്ക് പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കും. നിങ്ങൾ എന്തെങ്കിലും ഡേറ്റിംഗ് ഫോളോ ചെയ്യുന്ന ഷുഗർ കട്ട് പരിപാടിയൊക്കെ ഫോളോ ചെയ്യുന്ന, ഓയിൽ കുറച്ച് കഴിക്കുക, അങ്ങനെയൊക്കെയാണ് ഹെൽത്ത് ഭയങ്കര ശ്രദ്ധിക്കുന്ന ആളുകളാണ് രണ്ടുപേരും. ആണോ എന്നുള്ളതാണോ? ആണോ? അല്ല പക്ഷെ ഫിറ്റ് ആണല്ലോ രണ്ടുപേരും. ഒന്നുമല്ല, വെറുതെ തോന്നലാണ്. അതൊക്കെ ഞങ്ങളുടെ പൊടിക്കൈകളല്ലേ. ഞങ്ങളോട് പറഞ്ഞ ഡയറ്റ് അങ്ങനെ കാര്യമായിട്ട് നോക്കാറില്ല. പക്ഷെ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കില്ല. രണ്ടുപേരും ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ രണ്ടുപേരും. പ്രത്യേകിച്ച് ഈ ഫീൽഡ് ആണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ ഉള്ളത് അതുപോലെ പറയുന്ന ആളാ. കഴിഞ്ഞില്ലേ? ബാക്കി അതിലിട്ട് വേവിക്കാം. അതിലിട്ട് വെക്കാം. ബാക്കി കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് വേറെ കറിക്കുള്ള തുറക്കട്ടെ? ഇവിടെയുള്ള എല്ലാ സാധനവും സാമ്പാറിലുണ്ടെന്ന് തോന്നുന്നു. തുറക്കട്ടെ? വേണ്ട. തുറന്നോ? എനിക്ക് വയ്യ. വാവ്, ഭംഗിയുണ്ടല്ലേ? ഭംഗിയുണ്ട്. കുറച്ച് കൂടുതലിടാം. എന്താണ്? ഇനി കടുക് പൊട്ടിക്കൽ പരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവാണ്. എന്നിടത്ത് മാറ്റി വെക്കാം അപ്പുറത്ത്. ഇങ്ങോട്ട് മാറ്റി വെച്ചോ. നല്ലതാണ്, അതിൽ ക്രെഡിറ്റ് നീ ഏറ്റെടുക്കുക. കഴിക്കാനുള്ളതാണ് കേട്ടോ ആൾക്കാർക്ക്. എപ്പോഴാ നമ്മൾ കടുക് ഇടണ്ടേ? ചൂടാവുമ്പോ ഗുഡ് ബോയ്. ചൂടാവുമ്പോ നമ്മള് പൊട്ടിക്കുന്നല്ലോ. അയ്യോ, കടുക് എണ്ണ ചൂടാകുമ്പോ അതിനകത്ത് ഇടുമ്പോ ടക് 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 പൊട്ടാൻ തുടങ്ങും. അപ്പൊ നമ്മള് കുറച്ച് കറിവേപ്പില അതിനകത്ത് ഇടും. വേറെ പിന്നെ ചെറിയുള്ളി ഇടും, ഇച്ചിരി വറ്റൽ മുളക് ഇടും, ഉലുവ ഇടും കേട്ടോ. ഇച്ചിരി ജീരകൊക്കെ ഇടുന്നുണ്ട്. ജീരകം എന്റെ സാമ്പാറിലൊക്കെ ഞാൻ ജീരകം ഇടും. അടുത്ത മതിയായിരുന്നു. അടുത്തൊരു ഷോ അങ്ങനെ പ്ലാൻ ചെയ്യാം. നീ കുക്ക് ചെയ്യുന്നു, ഗസ്റ്റിന് സെർവ് ചെയ്യുന്നു. നല്ലൊരു ഐഡിയ. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പ്രോഗ്രാം പ്രൊഡ്യൂസർ കേട്ടല്ലേ? എന്നെ ചൂടായി തോന്നുന്നു. ചൂടായോ എന്ന് നമ്മളെങ്ങനെ നോക്കണോന്ന് കൈ വെച്ച് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. ബോംബ് പൊട്ടണ പോലെ പൊട്ടും. പൊട്ടിയില്ല. പൊട്ടാത്തത് പിന്നെ ഓടി രക്ഷപ്പെടാം. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ച ശബ്ദത്തല്ല. നമുക്കത് എഡിറ്റിൽ കേറ്റാം. ഇപ്പൊ ഈ ശബ്ദം ഓക്കെ അല്ലേ? ഓക്കെ. ഇതാണ് ആഗ്രഹിച്ച ശബ്ദം. ബോംബ് പൊട്ടണ പോലെ പൊട്ടണ. ഓക്കെ, ഇനി അടുത്തത് ശരി.
ഞങ്ങള് സേഫ് സ്ഥലത്താണ്. ഉലുവ വേണമെങ്കിൽ ഉലുവടല്ലേ അപ്പൊ, പക്ഷെ അത് മൂത്ത് വരെ പെട്ടെന്ന്. ആ ഇതിടാ അപ്പൊ. ഓക്കെ ഓക്കെ. അതിലിട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ചുകൂടെ ഇട്ടെ. ആ യെസ് ഓക്കെയാണ്. ആളെന്താ ചെയ്യാൻ പോയെന്ന് പറയും ഇങ്ങനെ ആളുടെ കിച്ചണിൽ ചെയ്യണേ. ടോസ് ചെയ്യാൻ വേണോ? കാണിച്ചു കൊടുക്കട്ടെ. ആ ഞാൻ കാണിക്കാം. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ല മറ്റൊരു നോമ്പ് കാലത്ത്. മറ്റൊരു നോമ്പ് ഓ കാലത്ത് പുള്ളി പോയത്. എന്തിനാ മുട്ട ബജി ഉണ്ടാക്കാൻ പോയത്? ആണ് ചെയ്യട്ടെ. Come on. അവസാന സമയത്ത് ക്രെഡിറ്റ് എടുക്കാൻ വന്ന ഇത് മനസ്സിലാക്ക്. ഇച്ചിരി മസാല ഇട്ടട്ടെ. ആ മറ്റേ ഇതിട്ടുണ്ടേ, കറിവേപ്പില ഇടാം. കളർ മാറി തുടങ്ങിട്ടാ. ആ ഓക്കെ. പെട്ടെന്നൊന്ന് ഇതേ ആഹാ പെട്ടെന്നൊന്ന് ചേട്ടൻ ഒരു ഷെഫായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഇടാം എല്ലാ സൈഡും. ഓക്കേ നല്ല മണം വരുന്നുണ്ട്. ജലദോഷമായ കാരണം അറിയുന്നില്ല. വാവ് സൗണ്ട് കേട്ടോ? അവറ്റകളുടെ എല്ലാം തരുന്നു മണം കേട്ടിട്ട്. ഇതിനകത്ത് മല്ലിച്ചപ്പ് കൂടെ ഇടണം. അതെടുത്ത് ഇങ്ങോട്ട്. ഷെഫിന് കുറച്ച് മല്ലിച്ചപ്പ് കൊടുക്കും. മല്ലിച്ചപ്പ് കൊടുക്കും. സെറ്റ് ആയിട്ടുണ്ട്. കണ്ടാ തന്നെ അറിയാം അടിപൊളിയാ. എനിക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടോ. ഷെഫ് ഇട്ടോ. ഇനി ഞാനിട്ടോളത്. ഞാന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ഓ ഇടുന്നുണ്ടോ? ശരിക്കും നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോ ആ മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയൊക്കെ ഇടും. ശരിക്കും ഇടും. ടിപ്സ് ആണേ. കുറച്ച് പഞ്ചസാര നമ്മൾ ആ ഒരു മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. ഈ നോർത്ത് ഇന്ത്യൻകാരുടെ സാമ്പാർ കഴിച്ചിട്ടുണ്ടോ? ഭയങ്കര മധുരമായിരിക്കും. കൂടുതലും തോന്നുന്നു. ഓക്കെ അപ്പൊ സാമ്പാർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് പ്രസന്റേഷൻ സൂപ്പർ ആക്കണല്ലോ. അപ്പൊ ഒന്ന് സെറ്റ് ആക്കിട്ട് വരാം. ഓക്കെ ഈ സമയത്ത് നമുക്ക് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാം. പീര പോലെ നമുക്കൊരു ചെറിയ പരിപ്പ് കറി ഉണ്ടാക്കാം. ഇത് ഞാൻ ഉണ്ടാക്കി സ്ഥിതിക്ക് അടുത്തത് സ്വാഭാവികമായിട്ടും കൊടുക്കാം നമുക്ക്. പക്ഷെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അവിടെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ചാക്സിന്റെ 3 ലിറ്ററിന്റെ കുക്കർ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നവർക്ക് ചെറിയ കുക്കർ ഉപയോഗിച്ച് ഉണ്ടാക്കാം. അപ്പൊ തുടങ്ങിയാലോ? അപ്പം അമീൻ ചേട്ടൻ സക്സസ്ഫുള്ളി സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ ടൈമാണ്. നമ്മൾ എന്താ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? പരിപ്പ് കറി. സിമ്പിൾ. പറഞ്ഞോ. പറഞ്ഞു എങ്ങനെയാ പരിപ്പ് ഉണ്ടാക്ക? ആദ്യം കുക്കർ എടുത്തിട്ട് കുക്കർ റെഡി. പരിപ്പ് ഒഴിക്കുക. അല്ല പരിപ്പ് ഒഴിക്കണോ? പരിപ്പിടുക, വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പിടുക, വേവിക്കുക. ഓക്കെ വേറെ എന്താ? വേറെ ഇപ്പൊ ഇവിടെ കാണുന്നത് സവാള, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പൊ പച്ചമുളക് ആദ്യം തന്നെ അതിന്റെ കൂടെ ഇടണം. വെരി ഗുഡ്. സവാളയും ഇടണം. വെളുത്തുള്ളിക്ക് അവസാനം വെളുത്തുള്ളി ഇട്ടോ. പരിപ്പ് കഴുകി വെച്ചേക്കുവാണ്. അപ്പൊ അതിലേക്ക് ഇടണം. കുറച്ച് പാടാണെങ്കിലും ഇതൊക്കെ സിമ്പിൾ. ഇതല്ല ഇതിനപ്പുറവും ചാടി കിടന്നവനാണ് ഈ കെ ജോസഫ്. ഓക്കെ പരിപ്പിട്ടു. ശരി ഇനി സവാള ഗിരിഗിരി. അമീൻ അരിഞ്ഞ സവാള. ഓക്കെ പച്ചമുളക് മുഴുവൻ ഇടണം. ഒരു 4 എണ്ണം 2 എണ്ണം. എരിവ് നോക്കിയിട്ട്. സാമ്പാറിന് എരിവുണ്ടല്ലോ. എരിവുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം കുറച്ച് എരിവുള്ള മുളകാണ്. ഓക്കെ വെളുത്തുള്ളി. നല്ലൊരു പരിപ്പ് കറിയില് വെളുത്തുള്ളി വേണല്ലേ? അതെ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൈയുണ്ട. അതാണ് ആ കൈ കണക്ക്. കുറച്ചേ എടുത്തോളൂ. ആൾക്ക് കുറച്ച് ഉപ്പ് കുറച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അമിഞ്ചേട്ട കണ്ടുപിടിച്ചോ? വീട്ടിൽ പോയിട്ട് നമുക്ക് അസല് പരിപ്പ് കറി ഉണ്ടാക്കേണ്ടതാ. സാമ്പാർ സക്സസ് ആയേ? അറിഞ്ഞില്ല അല്ലേ? സാമ്പാർ ഇത്ര എളുപ്പം ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇനിയിപ്പോ ഡെയിലി സാമ്പാർ തന്നെ. ഇനി ഡെയിലി സാമ്പാറും പരിപ്പും. ശരി നമ്മൾ പരിപ്പിട്ടു, സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. ഇനി അതിലേക്ക് ഇത് വേവിക്കാനായിട്ട് വെള്ളം ചേർക്കണം. കുറച്ച് വെള്ളം
അവളൊരു വീട്ടമ്മയായിട്ടോ ഈ അടുക്കളയില് കുക്ക് ചെയ്യുന്ന കണ്ടോ? എനിക്കൊരു അവസരം തന്നിരുന്നെങ്കിൽ അല്ലേ. അതെ, എന്തൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നു. വീട്ടിലും അതെ, അമീന്റെ വീട്ടിലും അതെ. ആ. അവസരം ഇല്ല. അല്ല അത് ശരിയാ. അവിടെ ഉമ്മച്ചി മുച്ചി പോയി സമ്മതിക്കൂല. കഴിഞ്ഞാല് സമ്മതിക്കും. കുക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മുച്ചി ഞങ്ങൾ പറയാറില്ല. അല്ല പുള്ളിക്കാരിക്ക് ഉമ്മ തന്നെ ഉണ്ടാക്കി കുക്ക് ചെയ്ത് തരുന്നതാണ് ഉമ്മക്ക് ഇഷ്ടം. നമ്മള് ഹെൽപ്പ് ചെയ്യും, കട്ട് ചെയ്യാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പാത്രം കഴുകുക അങ്ങനത്തെ. അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിലും അവിടെ ഉമ്മയാണ്. ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് തോന്നുന്നു രണ്ടുപേരുടെ. ശരിക്കും നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ഒരു പ്ലേസ് ആണോ? ആ, അങ്ങനെ ആയിട്ടില്ല. അല്ല, അടുക്കളയിലേക്ക് അടുപ്പിക്കുള്ളൂ. റൊമാൻറ്റിക് ആണെങ്കിൽ അടുത്ത് വരണം. അടുക്കളയിലേക്ക് വന്ന് ഓടിക്കും. അതല്ല വിഷയം, കാര്യം അതല്ല. ഞങ്ങളുടെ അടുക്കളയില് അത്യാവശ്യം നല്ല ചൂടാണ്. എക്സോസ്റ്റ് ഫാൻ ഇല്ലേ, നമ്മൾ റെന്റിനല്ലേ എറണാകുളത്ത്. അതെ, അപ്പം നല്ല ചൂടാണ്. പിന്നെ എ സി ഇല്ലല്ലോ, ഫാനും ഇല്ല. റൊമാൻറ്റിക് ആവണമെന്ന് വിചാരിച്ചാലും നടക്കില്ല. അമ്മീന് ചൂട് ഭയങ്കര പ്രശ്നമാണ്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകതല്ല, പ്രശ്നമുണ്ട്. എനിക്ക് കുറച്ച് പൊതുവെ വാം ആയിരിക്കണം. എനിക്ക് ചെറിയൊരു ചൂടൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. എനിക്ക് തണുപ്പ് ഒട്ടും പറ്റൂല. അത് നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ കുറച്ചു പോലും ചൂട് പറ്റില്ല, തണുപ്പ് ഒത്തിരി. കപ്പിളിന് ശരിക്കും അങ്ങനെ ഒരാൾക്ക് സെയിം അങ്ങനെയാ. കറക്റ്റ് ആൾക്കാരാ നിങ്ങള്. അങ്ങനെ വേണമെന്നാണ്. അങ്ങനെ ചേടാ അമ്മീൻ കുറച്ചേരം അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ അമ്മീൻ ഇപ്പൊ കട്ട് ചെയ്യുന്നതാണെങ്കിലും അപ്പുറത്ത് ഹോളിൽ ചെന്നിട്ട് അല്ലെങ്കിൽ വേറെ ഡൈനിങ് ഏരിയയിൽ ചെന്നിട്ടായിരിക്കും പുള്ളി കട്ട് ചെയ്ത് തരുന്നത്. എന്റെ അടുക്കളയിൽ കൊണ്ടുതരും. അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും സഹായിക്കുമല്ലേ ആള്? പിന്നെ ഇത് ഇവളുടെ വേർഷനാണ്. ഇതൊന്നല്ല കഥ. ഇവളുടെ അടുത്തിരിക്കുന്ന കുക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് നമ്മൾ കടന്നത്. കാരണം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തിരിപ്പിടിക്കും, എന്നെ മുളക് ഓരോന്ന് പിടിക്കും. അത് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ഓടിക്കും. അതാണ് എന്റെ വേർഷൻ. ഇവളുടെ വേർഷൻ ചൂട്. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം താഴെ ഇട്ട് പൊട്ടിച്ചേ? സ്പ്രേ ബോട്ടിൽ അത് പൊട്ടിച്ചു. അത് അടുക്കളയൊന്നുമല്ല. അടുക്കളയിലല്ല, അതേപോലെ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് കേട്ടണ്ട അവിടെ തന്നെ ഇരുന്നോട്ടെ. എല്ലാവർക്കും അവരുടേതായ ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരിക്കുമല്ലോ. ചിലർക്ക് താല്പര്യത്തോടെ കുക്ക് ചെയ്യുന്നവരുണ്ട്, കുക്ക് ചെയ്യാത്തവരുണ്ട്, സ്കിൽഫുൾ ആയിട്ടുള്ളവരുണ്ട്, സ്കിൽ ഇല്ലാത്തവരുണ്ട്. അപ്പൊ അവരെല്ലാരും അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്നോട്ടെ. ഇത് ഏത് കൂട്ടത്തിൽ പെടും ആള്? ഇത് ഏത് കൂട്ടത്തിൽ പെടും? എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ അതിന്റെ കൂടെ ഫോട്ടോ വെക്കണം കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രമേ കുക്ക് ചെയ്യുന്നു. കൂടുതൽ ആരാ റൊമാൻറ്റിക് ആരാ ശരിക്കും? എന്റെ കണ്ണുകളിൽ കാണുന്നില്ലേ? ഇല്ല, ഞാൻ അത്രക്കാരിയല്ല. ആള് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഗിഫ്റ്റുകൾ തന്നിട്ടാണ്, അല്ലാതെ എങ്ങനെ പ്രകടിപ്പിക്കുക? മെറ്റീരിയലിസ്റ്റിക് അല്ല നമ്മള്. അല്ല, അല്ലാതെ സ്നേഹം അതിവിടെ പറയാൻ പറ്റില്ല. ഞാൻ ലെറ്റർ ഒക്കെ എഴുതും. അയ്യോ, അത് ഭയങ്കര റെയർ ആയിട്ടോ. പല പെൺകുട്ടികളും ആഗ്രഹിക്കും അങ്ങനെയൊക്കെ എഴുതി കൊടുക്കണം. പോവാണെങ്കില് എബ്രോഡൊക്കെ പോവാണെങ്കിൽ കുറെ ദിവസം മാറിക്കുമല്ലേ. അപ്പൊ എനിക്കിങ്ങനെ, ഞാനിപ്പം ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ എനിക്കൊരു മെസ്സേജ് ഇടും. അതായത് നീ ഇന്ന ഹാൻഡ് ബാഗിലായിരിക്കും, ഇന്ന ബാഗിൽ നോക്ക്, ഇന്ന അറയില്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ബാഗിനകത്ത് ഇന്ന അറയിൽ നോക്കുക, അതിനകത്ത് ഞാൻ സാധനം വെച്ചിട്ടുണ്ട് എന്നൊക്കെ അതിലൊരു ഫ്ലവർ കാണും, അതിന്റെ ചോക്ലേറ്റ് പിന്നെ ഞാനിപ്പം ഇപ്പൊ അഗൈൻ യാത്രയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഓരോ ദിവസത്തെയും എന്താ പറയാ ഡയറി പോലെ വീഡിയോ എടുത്തു വെക്കും. ഓരോ ദിവസം എന്നെ കാര്യങ്ങളാണ്. ഓരോ പ്രാവശ്യം ഓരോ പ്രാന്ത് അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതായിട്ട് ചെയ്യുന്നതല്ല, എന്തെങ്കിലും ഒരു രസം വേണ്ടേ നമുക്ക്? അയ്യോ, അത് ഭയങ്കര ശരിക്കും എനിക്ക് ആളെ കുറിച്ച് റൊമാൻറ്റിക് തോന്നുന്നു കേട്ടോ. പെൺകുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടല്ലേ, വെറുതെ എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ, അല്ലാതെ ഇവളോട് മറ്റേ ഇതിന്റെ അവിടെ എക്സ്പ്രഷൻ പറഞ്ഞില്ല. എന്നാൽ എനിക്കിതൊരു എന്റർടൈൻമെന്റ് കൂടിയാണ് എന്നുള്ളത് സന്തോഷാണ്. ഒന്നും പറ്റിയില്ല, നമുക്ക് ചാക്സനെ വിശ്വസിക്കാം. സാമ്പാർ തവിയില്ല, തൽക്കാലം ഇത് വെച്ചൊന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കാം. നന്നായിട്ട് ഒരു വിസിലിൽ തന്നെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാണല്ലോ ഇത്. ഓക്കെ, ശരിക്കും നമ്മൾ 2 വിസിൽ കൊടുത്തു, ഒരു വിസിൽ കൊടുത്തു. അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചും കൂടി നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചും കൂടി വെന്തിട്ടുള്ളതാണ് ഇഷ്ടം അല്ലേ? എനിക്ക് എല്ലാം നല്ല വെന്തിരിക്കണം. തിരുവനന്തപുരം നന്നായിട്ട് വേവിക്കില്ല അല്ലേ? ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. ഞങ്ങൾക്ക് അവിടെ പൊതുവെ എല്ലാം നല്ലതായിട്ട്
മീറ്റ് ആണേലും ഒക്കെ. നമുക്കിത് തിരുവനന്തപുരം സ്റ്റൈലിൽ നിന്നാണ് ഉണ്ടാക്കി തരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. അതെ, ഓക്കെ. ഓക്കെ, അപ്പൊ എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വെന്തിട്ടുണ്ടേ. ഇനി ഓക്കെ, ഇനി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. തേങ്ങാപ്പാലാണ് സാധാരണ, തേങ്ങ അരയ്ക്കാറുണ്ടല്ലോ, അതിന് വരെ നമ്മളിവിടെ തേങ്ങാപ്പാലെടുത്തു. പാലെടുത്തു. ഓക്കെ, അപ്പോ ഇത് നമുക്ക് 2 പ്രോസസ്സാണുള്ളത്. 2 അല്ല 3 ട്രിപ്പിളല്ലേ ലാസ്റ്റ് ഒഴിക്കാം ഇത്. നമുക്ക് ഈ കടുക് താളിക്കണം, തേങ്ങാപ്പാൽ ഒഴിക്കണം. ലേശം മുളക് പൊടി ഇടാവേ. ഇത് പച്ചമണം മണം മാറുന്നത് ഇത് ചെയ്യോ? ഓക്കെ. ചേട്ടൻ്റെ സീരിയൽ വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സീരിയലിന് ശേഷം ഹാപ്പി ആയിട്ട് പോകുന്നു. നല്ല റെസ്പോൺസ് ഉണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ക്യാരക്ടറും നല്ലൊരു ക്യാരക്ടറാണ്. ഒരു എന്താ പറയാ, ഒരു ഉടായ്പ് പയ്യനല്ല ഒരു ആള്, ഉടായ്പായിട്ടുള്ള ഒരാള്. നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. അത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ. പണ്ടൊക്കെ സീരിയലില് ഇപ്പൊ മുന്നേ സീരിയൽ ചെയ്ത സമയത്ത് ആൾക്കാർ വിളിക്കുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ സീരിയലില് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആൾക്കാർ നന്നായിട്ട് വരാം. ഇതിപ്പോ ഏടാ ക്യാരക്ടർ പേര് വരെ ചിലപ്പോ നമ്മുടെ റിയൽ പേരിനെ കാട്ടും അതേ വിളിക്കൂ. സുധീഷിനെ അവർക്ക് അറിയുള്ളൂ, സുധീഷിനാണ് ക്യാരക്ടറിന്റെ പേര്. അത് തന്നെ ഇപ്പൊ ഈ ഉടായ്പും കള്ളത്തരങ്ങളൊക്കെ ഉള്ള കാരണം എടാ സുഖമായിട്ടിരിക്കുന്ന അങ്ങനെ ഒരു ആൾക്കാർ വന്ന ധൈര്യം, എന്താ പറയാ, കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു ഇത് കിട്ടി തുടങ്ങി. ഈ പണ്ട് ഈ ആങ്കറിങ് ചെയ്യുന്ന ആൾക്കാർ ഒരു 90% ആൾക്കാർ സിനിമ അല്ലെങ്കിൽ അഭിനയം ഇഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കും. അങ്ങനെ തന്നെയാണ് ചേട്ടൻ? ഞാൻ കാസ്റ്റിംഗ് കോളൊക്കെ അയച്ച് അങ്ങനെയാണ് ഞാൻ ആ കൂട്ടത്തിലാണ് ഒരു ആങ്കറിനെ നോക്കിക്കൊണ്ട് സൂര്യയില് കാസ്റ്റിംഗ് കോള് കാണുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് അയച്ച് അങ്ങനെ വന്നതാ. അങ്ങനെ വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഭയങ്കരല്ലേ നമ്മൾ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത കാര്യം കുറെ അച്ചീവ് ചെയ്യാനുണ്ട്, ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് കിട്ടി കഴിഞ്ഞാൽ സുഖമില്ലല്ലോ. പതിയെ നേടാ ഓരോന്നായിട്ട്. ഇപ്പൊ നമ്മൾ താളിക്കാൻ പോവാണേ. ഇച്ചിരി ഒന്ന് ഉള്ളി മൂത്ത് പോയി. കുഴപ്പമില്ല, മൂത്ത ഉള്ളിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അതെ അതെ, ടേസ്റ്റിന് ഒരു കുറവും വരണ്ട. സ്മെല്ലുണ്ട്. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടിരിക്കണം. ആള് സംസാരിക്കട്ടെ എന്നിട്ട് വിട്ടുകൊടുക്കരുത്. ഞാൻ വാ തുറന്ന ഇത്തിരി പ്രശ്നമാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാരെ വേണ്ട, പ്രത്യേകിച്ച് ആങ്കേഴ്സ് ആണല്ലോ, നിർത്തത്തില്ല. ഓക്കെ, ഇത് ഒഴിച്ച് കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആ താളിച്ചതെല്ലാം കൂടെ. ഓക്കെ, അങ്ങനെ ചാക്സൺ സ്പെഷ്യൽ അമീൻ സാമ്പാർ ഡയാന പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല പേര്. ഓക്കെ, ഈ റെസിപ്പി കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യും. ഈ പേരോട് കൂടി ആയിരിക്കും ഈ വിഭവം അറിയപ്പെടുക. ഞാൻ പറയട്ടെ, നിങ്ങൾ 2 പേരും ഇത് നോക്ക്, എന്ത് തോന്നുന്നു? കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പരിപ്പ് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പാർ പക്ഷേ കേമായിരിക്കണം. ഇതൊക്കെ ടേസ്റ്റ് ചെയ്താലോ? ടേസ്റ്റ് ചെയ്തിട്ട് സത്യസന്ധമായിട്ട് പറയണം. അത് മാത്രമല്ല, സത്യസന്ധമായിട്ട് ആരുടെയാണ് കൂടുതൽ നന്നായിരിക്കുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ? സോ ഇനി ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പം അമീൻ ചേട്ടൻ ഉണ്ടാക്കിയ സാമ്പാറ് ഡയന ചേച്ചി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഡയന ചേച്ചി ഉണ്ടാക്കിയ പരിപ്പ് കറി അമീൻ ചേട്ടൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ഇത് 2 ഞാൻ കഴിക്കും. അപ്പൊ ഞാൻ തുടങ്ങാം അല്ലേ? ഈ പ്രസന്റേഷൻ കാണാനൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. ഓക്കേ, ഐ എക്സൈറ്റഡ്. നോൺ വെജ് അല്ലാതെ അതെ കഴിക്കാൻ കിട്ടാറില്ല. എന്താ ആദ്യം കുറച്ചെടുത്ത് നോക്ക്. കൊള്ളാം. ഓക്കെ, ചൂടുണ്ടോ? ചൂടില്ല. ആളും കഴിക്കട്ടെ. ശരിയാ, ഉണ്ടാക്കിയ ആള് അത് കഴിക്കണല്ലോ. എങ്ങനെയുണ്ട്? പക്ഷെ എരിവ് കൂടി. പുളി കുറവുണ്ടോ? അല്ലല്ല, എരിവ് കൂടിയതാ. കുഴപ്പമില്ല, ചോറിനോട്ട് കഴിക്കാൻ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ, ചോദിച്ചിട്ടൊക്കെ പെർമിഷനൊക്കെ എടുത്തിട്ട്. കൊള്ളാം, സത്യമായിട്ടും കൊള്ളാം.
ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് പറയില്ല. അത് വിട്, എന്തൊക്കെ പ്രശ്നങ്ങൾ എന്നുള്ളത് പറ. അത് സ്ഥിര സാധനമാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് പറയും. എനിക്ക് തലയിൽ ഒരു തൊപ്പി എഡിറ്റർ വെച്ച് തരൂ. ഇല്ല, സത്യമായിട്ട് നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് ചേട്ടാ. ശരിക്കും സാമ്പാറൊക്കെ നമ്മൾ സെറ്റ് ആവണം. ഉണ്ടാക്കിയപാടെ കഴിക്കാൻ പാടില്ല, കുറച്ചു നേരം സമയം എടുക്കും. അങ്ങനെ ഉണ്ടോ? കിടക്കട്ടെ. കേമായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. പരിപ്പിലേക്ക് കിടക്കാണ്. കൊള്ളാം, കൊള്ളാം, നല്ലതാ. നെയ്യൊക്കെ അടിപൊളി, അടിപൊളി രസമുണ്ട് കേട്ടാ. ആളുടെ ബൾബ് എത്തി. ഇതിപ്പോ നീ മാർക്കിടണ്ട. ഇതിപ്പോ ഞാൻ എന്റെ തട്ട് താണു പോകും. അതാണ് നീ മാർക്കിടണ്ട. എന്താ നല്ല തിക്കായിട്ടുണ്ട്. നമ്മള് അത്യാവശ്യം നല്ല പരിപ്പാണ് യൂസ് ചെയ്തത് അല്ലേ? മസൂർ ദാൽ അല്ലേ? ദാലും ഉള്ളായിരുന്നു. Then നമ്മൾ തേങ്ങാപ്പാലാ ഉപയോഗിച്ചത്. എന്നോട് ക്ഷമിക്കണം. ആ സെഗ്മെന്റ് ഇല്ല, അത് ഞാൻ ക്യാൻസൽ ചെയ്തു ആ പരിപാടി. അല്ല, ഇത് ആക്ച്വലി അത്യാവശ്യം നല്ല റിച്ച് ആണ്. നല്ല തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല്, പരിപ്പ് നല്ല പരിപ്പായിരുന്നു, നെയ്യ്, വെളുത്തുള്ളി. സോ ആ പാകം കറക്റ്റ് ആയിരുന്നു അല്ലേ? ലൂസ് ആയി പോയില്ല, കറക്റ്റ്. വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചാല് അതെ, എങ്ങനെയും കഴിക്കാം. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കുക്ക് ചെയ്തെന്ന് പറയില്ല, ഞാൻ ഇത്ര പോലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ജാക്സന്റെ കുക്കർ വെച്ച് നമ്മൾ ഗംഭീരമായിട്ടുള്ള പരിപ്പറിയും സാമ്പാറും ഉണ്ടാക്കിയിരിക്കുകയാണ്. സോ ഇനിയും നോൺ വെജ് ആയിട്ട് ഞാൻ വരാട്ടോ. ഇതിങ്ങനെ കുക്ക് ചെയ്യണമെങ്കിൽ നോൺ വെജ് എങ്ങനെ കുക്ക് ചെയ്യും അല്ലേ? ക്രിസ്മസിന് അങ്ങനെ ചെയ്യാം. സെക്കൻഡ് പാർട്ട്. അതെ, അപ്പം ഇനി നമുക്ക് കാണണം കുക്കിംഗ് വീഡിയോയിലൂടെ. അപ്പൊ ഇനിയും വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അപ്പൊ നമ്മൾ ഇതിപ്പം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരും ബൈ ബൈ പറയൂ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ചാക്സൺ പ്രസൻസ് സൈന സത് പ്ലസ് ഓണരുചിയുമായി വീണ്ടും പുതിയ അതിഥികളുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.